യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വലിയ ദൈവമഹത്വത്തിൻ്റെ ഒരു സാക്ഷ്യം കാണും. അതിനു മുൻപ് ദൈവത്തിൻ്റെ വചനം നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഒരു വലിയ മീൻപിടുത്തത്തെക്കുറിച്ചുള്ള ഒരു സംഭവമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ പത്രോസ് ഉൾപ്പെടെയുള്ളവരെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനുകളെ ഒന്നും കിട്ടിയില്ല. മത്സ്യമൊന്നും വലയിൽ കയറാതിരുന്നപ്പോൾ അവർക്ക് സങ്കടമായി. അധ്വാനിച്ചിട്ട് ആകെ ഒരു സങ്കടവും വിഷമമൊക്കെ ആയിട്ട് അവർ നിൽക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശമയൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവിടെ വല കീറി തുടങ്ങി. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക. പത്രോസ് പറയുക, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷേ നിന്റെ വാക്കനുസരിച്ച്, നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വല ഇറക്കാം. ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ വല നിറച്ച് മീനാ. യേശുവിൻ്റെ വാക്കനുസരിച്ച് അവർ വലയെറിഞ്ഞു, വല നിറച്ച് മീൻ കിട്ടി. അവിടെ പറയുന്നു, വല കീറി തുടങ്ങി. വല കീറി തുടങ്ങുവോളം അവർക്ക് മീൻ കിട്ടുക. വല നിറച്ചു മത്സ്യം. അവര് 2 വള്ളങ്ങൾ നിറച്ച് മത്സ്യത്തെ നിറച്ചുവെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ടീമിൽ ശുശ്രൂഷക്കൊക്കെ സഹായിക്കുന്ന ഒരു മകനുണ്ട്, ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ആ മകനു വേണ്ടി കർത്താവ് ചെയ്ത ഒരത്ഭുത സാക്ഷ്യം നിങ്ങൾ കേൾക്കും. പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും. യെശയ്യാ 65:24 പ്രാർത്ഥിച്ചു തീരും മുൻപേ നിനക്ക് ഞാൻ മറുപടി നൽകും. നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. മീൻ പിടിക്കാൻ പോയാൽ പ്രാർത്ഥിക്കണം, കപ്പയ്ക്ക് കളിക്കാൻ പോയാൽ പ്രാർത്ഥിക്കണം, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കണം, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങൾക്കും മുൻപ് പ്രാർത്ഥന ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ ഞെരുക്കങ്ങൾ, പ്രയാസമുണ്ടാകുമ്പോൾ കൂടുതൽ സമയമെടുത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഈ മകനൊരു മത്സ്യത്തൊഴിലാളിയാണ്. അവർ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ പലപ്പോഴും മീനൊന്നും കിട്ടാതെ ഒത്തിരി പ്രയാസത്തിലായി. ഈ മകനൊരു ദിവസം
നമ്മുടെ ഏകദിന കൺവെൻഷൻ നടക്കുന്ന മുണ്ടക്കയം ചിറ്റടി സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഒരാഴ്ചക്കാലമായിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഒറ്റ മത്സ്യം പോലും കിട്ടുന്നില്ല, വലിയൊരു പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവം ഇടപെടും. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവർക്ക് മീനെ കൊടുക്കണം, വല നിറച്ച് മത്സ്യം കയറണം, വള്ളം നിറച്ച് മത്സ്യം കിട്ടണം, അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോയി. അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഒരു ചാകര കൊയ്ത്ത് പോലെ വല നിറച്ച് മത്സ്യം കയറിയ അത്ഭുത സാക്ഷ്യം. സാധാരണ വള്ളത്തിൽ പോകുമ്പോൾ ആര്യക്കാരൻ എന്ന് പറയുന്ന പേരുള്ള വ്യക്തിയാണ് മീനെ കണ്ടിട്ട് ഇന്ന ഭാഗത്ത് വലയിടാം, മീനെ കിട്ടൂ എന്ന് പറയുന്നത്. പക്ഷേ അന്ന് വള്ളത്തിൽ പോകുമ്പോൾ ഇതാ ആര്യക്കാരന് മത്സ്യത്തെ കാണാൻ സാധിക്കുന്നില്ല. ബെൻസൺ എന്ന ഈ മകൻ നോക്കുന്നിടത്തെല്ലാം ഇതാ മത്സ്യം. ഹല്ലേലൂയ ഉണ്ടോ? ആ മകൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ മത്സ്യത്തിൻ്റെ കൂട്ടത്തെ കർത്താവ് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ചാകര കൊയ്ത്തിലേക്ക് അവരെ നയിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ സാക്ഷ്യം നമുക്ക് കേട്ട് ഇന്ന് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം. ഇത് ബെൻസൻ്റെ നാട് പള്ളിത്തോട് ഇടവകയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു കൺവെൻഷൻ നടന്നിരുന്നു. വലിയ ഒരു അനുഗ്രഹമാണ് ആ കൺവെൻഷൻ. ബെൻസൺ ഒരു മീൻപിടുത്തക്കാരനാണ്, മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പോൾ ആ കൺവെൻഷന് ശേഷം ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടെ കൂടി എല്ലാ മാസവും ഇവിടെ വന്ന് പ്രേക്ഷിത വേല ചെയ്യുന്നു. നല്ലൊരു പ്രേക്ഷിതനാണ്. ഹല്ലേലൂയ. ഈ മകൻ്റെ ജീവിതത്തെ കർത്താവ് ചെയ്ത ഒരു വലിയ കാര്യം, 3 ആഴ്ച മുൻപ് ഈ മകന് ചിറ്റടിയിൽ വന്നു പ്രാർത്ഥിക്കാനായിട്ട്. അന്നത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇപ്പോൾ കടലിൽ പോയാൽ മീനുകൾ ഒന്നും കിട്ടുന്നില്ല, മീൻ കിട്ടുന്നില്ല. ചില പേരൊക്കെ വെള്ളത്തിന് മീൻ പിടിക്കാൻ പോയാൽ ശൂന്യമായിട്ടാണ് വരുന്നല്ലേ, മീനൊന്നും കിട്ടാറില്ല, അങ്ങനെ വലിയ നഷ്ടങ്ങളാണ്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് വല നിറച്ച് മത്സ്യം കയറാൻ, മത്സ്യത്തെ കാണിച്ചു കൊടുക്കാൻ ഒക്കെയാണ് ഒരു ഒറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥന വാങ്ങിക്കൊണ്ടുപോയി. അതിനുശേഷം ദൈവം ഈ മകന് വേണ്ടി ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം, വല നിറച്ച് കവിച്ച് കർത്താവ് മത്സ്യം കൊടുത്ത ഒരു അനുഭവം നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്ത് പറയണമെന്ന് ഒരു നിശ്ചയമില്ല. എങ്കിലും കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും തുടർന്നു കൊണ്ടാണ് ഈ പരിശുദ്ധമായ ഈ അൽത്താരയിൽ നിൽക്കാൻ ഇടവന്നത്. അത് ഞാനും നിങ്ങളും ഇന്നലെ ഇവിടെ സംഭവിച്ചതും അതാണ്. യേശുവിൻ്റെ ആത്മാവ് ഓരോ മക്കളുടെ മേലും തൊടുമ്പോഴാണ് ഈ വചന കൂടാരത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നത്. പുറപ്പാട് 3:5 ആ വചനം എൻ്റെ ഹൃദയത്തിൽ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നൊരു വചനമായിരുന്നു. മോശയ്ക്ക് ഈശോയുടെ ആ മുൾപ്പടപ്പിലെ ആ അഗ്നി മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട പോലെ കർത്താവ് എനിക്കും ആ അഗ്നിയിലൂടെയാണ് എന്നെ ഈ പുതിയ ജീവിതത്തിലേക്ക്, ഞാൻ ഇന്നിവിടെ നിൽക്കേണ്ട ആളല്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വലിയ പാപത്തിൻ്റെ ബന്ധനത്തിലും ആൻസിൻ്റെയും പാൻപരാഗിൻ്റെയും മദ്യത്തിൻ്റെയും മറ്റെല്ലാ ദുശീലങ്ങളുടെയും അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു പാപിയായ മനുഷ്യനാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണം എൻ്റെ ഈശോയാണ്. ആ ഈശോയുടെ മുമ്പിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകണമെന്ന്. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന്, കേരളത്തിൻ്റെ പുറത്തു പോയി ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകണമെന്നാണ്. പക്ഷേ ദൈവം അതിനൊരു അവസരം ഇന്ന് ഒരാദ്യത്തെ പടിയായി കർത്താവ് എന്നെ വിളിച്ചിരിക്കുകയാണ്. അതിന് ഈശോയ്ക്ക് ആദ്യം നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ബ്രദർ പറഞ്ഞ പോലെ എൻ്റെ പേര് ബെൻസൺ എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പള്ളിത്തോടെന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് വരുന്നത്. കടലിൻ്റെ അരികിലാണ്. കടൽഭിത്തിയുമായിട്ട് 30 മീറ്റർ ഇല്ല, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ജോലി ബ്രദർ പറഞ്ഞ പോലെ മത്സ്യബന്ധനമാണ്. കായലിലും പോവും, കടലിലും പോവും, നല്ല മീനൊക്കെ. പക്ഷേ കടലിൽ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പള്ളിത്തോട് കൺവെൻഷനിൽ കൂട്ടായ്മയിൽ പ്രവർത്തിച്ച്
ആ ധ്യാനത്തിൽ എനിക്ക് ബ്രദറിന് താമസിക്കുവാനുള്ള ഭവനം ഒരുക്കുവാനും ബ്രദറിനൊക്കെ വേണ്ടി ഫുഡ് റെഡിയാക്കുവാനും ആണ് കർത്താവ് എന്നെ നിയമിച്ചത്. ഒത്തിരി തീഷ്ണ നിറഞ്ഞ ദൈവമക്കൾ ആ ഇടവകയിലുണ്ടായിട്ടും ഈ പാവിയായ എന്നെയാണ് അതിൽ തിരഞ്ഞെടുത്തത്. അതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഭാര്യ എൻ്റെ അടുത്തുണ്ട്, മക്കൾ 2 പേരുണ്ട്, 3 മക്കളാണ്. ഒരാൾ ലക്നൗവിൽ സിസ്റ്റർ ആവാൻ വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സ്വന്തമായിട്ട് വീടില്ലാഞ്ഞ്, സ്വന്തമായിട്ട് ഭവനമില്ല, ഞാൻ വാടകയ്ക്കാൻ താമസിക്കുന്നത്. ആ സമയത്തിലാണ് ബ്രദറുമായിട്ട് കൺവെൻഷനിലൂടെ കണ്ടുമുട്ടിയത്, ദൈവം കാണാൻ ഇടവരുത്തിയത്. ആ സമയത്ത് ബ്രദർ പറഞ്ഞ്, ബെൻസിന് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ബെൻസിന് 2 ദിവസത്തിനുള്ളിൽ സ്ഥലം ഒരുങ്ങിക്കൊണ്ടിരിക്കുക ബെൻസൻ പ്രാർത്ഥിച്ചു എന്ന് പറയും. അതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥലം റെഡിയായി. 4 സെൻറ്റ് സ്ഥലം കർത്താവ് എനിക്ക് തന്ന് അവിടെ ഒരു കൊച്ചു വീട് പണിത്, ഇനി കുറച്ച് പണി ഇവിടെ ഉണ്ട്. അപ്പോൾ ദൈവം അതിൽ കയറാൻ എനിക്ക് ഇടവരുത്തും, ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ബോട്ട് ട്രോളിങ് നിരോധനം കഴിഞ്ഞ് ബോട്ട് കടലിൽ പോകണം. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായി ബോട്ടിലൊന്ന് കയറണമെന്ന്. അങ്ങനെ ബോട്ടിൽ കയറിയിട്ട് 2 ആഴ്ചയും ഒന്നും കിട്ടിയില്ല. ഞാനങ്ങനെ ചിറ്റടിയിൽ വന്ന് ബ്രദറിനോട് ഒത്തിരി കരഞ്ഞെന്നാണ് പറഞ്ഞത്, ബ്രദറെ ഞാൻ ബോട്ടിൽ പോയിട്ട് ഒന്നും കിട്ടിയില്ല, ആകെ ബുദ്ധിമുട്ടില്ല, പെരയാണെങ്കിൽ ഇങ്ങനെ കിടക്കണം, അതുകൊണ്ട് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ബ്രദർ അങ്ങനെ എല്ലാവരെയും വിളിച്ചതും പറഞ്ഞ് ബെൻസിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ബെൻസൻ്റെ കണ്ണിൽ മീനി പെടുവാനും ബെൻസിനെ അനുഗ്രഹിക്കുവാനും ഒന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ബ്രദർ എല്ലാ കൂട്ടായ്മ ശക്തി എല്ലാവരും കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് ആ ബ്ലെസ്സിങ് മേടിച്ച് ഞാൻ പോയി ബോട്ടയിലേക്ക് സ്റ്റാർട്ടിങ് 1-ാം തീയതി ബോട്ടയിൽ കയറി. പക്ഷേ ആ സമയത്ത് എനിക്ക് 34 പേരാണ് ബോട്ടയിലുള്ളത്, ഞാനുൾപ്പെടെ. ഈ 34 പേരെയും ഞാനില്ലാത്ത ബാക്കി എല്ലാവരും മദ്യപാനികളാണ്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിന് ആ കടലിൽ സമുദ്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് വേണ്ടി. പക്ഷേ കർത്താവ് ബോട്ടയിൽ മത്സ്യത്തൊഴിലാളി ഇവിടെ വല്ലൊരു ആരും ഉണ്ടോ മീൻ പിടിക്കണേ ഉണ്ട്. ബോട്ടയിൽ സ്രാങ്കും ആര്യക്കാരെന്നും പറഞ്ഞുണ്ട്. പക്ഷേ ആര്യക്കാരെന്ന് പറഞ്ഞ ആളാണ് മീൻ കാണുകയും അത് വല അടിക്കുകയും ചെയ്യണത്. പക്ഷേ അവിടെ ബ്രദർ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-ാമത്തെ ആഴ്ചയിൽ കർത്താവ് എനിക്ക് ഞാൻ ഈ കൊന്തയമായിട്ട് ഗേലോസ് എന്ന് പറയും ബോട്ടിൻ്റെ മുകളിൽ, ആ മുകളിൽ കയറിയെന്നുണ്ട്. ഞാൻ ഒറ്റക്ക് ഈ ജപമാല ചൊല്ലി ഈശോയുടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2 കിലോമീറ്റർ അകലത്തിലാണ് മീൻ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. കടലിൻ്റെ മീതെ 2 കിലോമീറ്റർ അകലത്തിൽ മീൻ എനിക്ക് കാണിച്ച് കർത്താവ് തന്നു. ആ മീൻ ഞങ്ങൾ ബോട്ട് ഓടിച്ചെന്ന് വലയടിച്ച് 8 ലക്ഷം രൂപയുടെ അയില ഞങ്ങൾക്ക് കിട്ടി. പ്രൈസലോ, ഹല്ലേലൂയ. പിറ്റേ ദിവസം അതുപോലെ തന്നെ കർത്താവ് എൻ്റെ കണ്ണിൽ നേരെ കാണിച്ചു തന്നു. 2 ലക്ഷം രൂപയുടെ അയില കിട്ടി. 3-ാം ദിവസം 4 ലക്ഷം രൂപയുടെ അയില കർത്താവ് തന്നു. 14 ലക്ഷം രൂപയുടെ മീനെ ആ 3 ദിവസം കൊണ്ട് കർത്താവ് തന്നു. ഒരാളിന് 11,000 രൂപ വെച്ച് ഷെയറുണ്ടായി. അപ്പോൾ അത് കൂട്ടാണ്ട് 5,000 രൂപ വീതം ഒരാളിന് RCയും ബാറ്റായും കൂടെ ഉണ്ടായി. അപ്പോൾ ഈ ആര്യക്കാരനും ശ്രാങ്കിനും 2 പങ്ക്, 2 ഷെയർ, 2 ആളുടെ പൈസ. അപ്പോൾ അവർക്ക് 22,000 രൂപ കിട്ടും ഒരാളിന് വെച്ച്. പക്ഷെ അതെനിക്ക് തരാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട. അപ്പോൾ എന്നെ ഈ മീൻ കാണാൻ വേണ്ടി നോക്കിയത് കർത്താവല്ലേ, എനിക്കത് വേണ്ട. പക്ഷെ അത് സംഭവിക്കാനായിട്ട് ഞാനതിൽ 3,000 രൂപ മേടിച്ച് ബാക്കി പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത്. കർത്താവ് ചെയ്ത വലിയ അത്ഭുത പ്രവർത്തനത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ബെൻസനും കൂട്ടുകാർക്കും വല നിറച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം. ഹല്ലേലൂയ. നമുക്ക് വലുതുകരമെന്ന് എത്തിപ്പിടിക്കാം. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടിയും കടലിൽ മീൻ പിടിക്കാൻ വന്ന എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഉൾക്കടലിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന അനേക മക്കളുണ്ടല്ലോ,
അവിടെ അധ്വാനത്തിന് അങ്ങ് ഫലം കൊടുക്കണമേ. അവിടെ വല നിറച്ച് മത്സ്യം നൽകി അനുഗ്രഹിക്കണമേ. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് രക്ഷിക്കണമേ. മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഭവനമില്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ഭവനം നൽകി അനുഗ്രഹിക്കണമേ. തകർന്ന കുടുംബങ്ങളെ രക്ഷിക്കണമേ. യേശുവേ, വല നിറച്ചു മത്സ്യം, വള്ളം നിറച്ചു മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കട്ടെ. കടപ്പുറങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ മേലും കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. യേശുവേ, യേശുവേ, അമർത്തി കുലുക്കി നിറച്ചളന്ന് മത്സ്യം കൊടുത്തതിന് നന്ദി പറയുന്നു. ദൈവജനത്തിനു മേൽ അനുഗ്രഹം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കരമടിച്ചു നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഒന്ന് കരമുയർത്തി ഈ മകനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. യേശുവേ, ഞങ്ങളെല്ലാവരും മകനെ അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. ഈ മകൻ കർത്താവിൻ്റെ വലിയ ഒരു സാക്ഷ്യമായി തീരട്ടെ. ആമേൻ. ഡയസ് പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. ഞാൻ ഇപ്പം ജോലി ചെയ്യുന്നില്ല, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം ഈ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പം ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഈ ഷോർട്ട് ഊരി പോകുന്നതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ബ്രഷ് ചെയ്യുമ്പോൾ പോലും ഇപ്പം കൈ പെട്ടെന്ന് കഴിക്കുന്നു. ഇപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ആദ്യം PVSC കാണിച്ചു. അവർ പറഞ്ഞു 1 lakh ആവും, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പം വളരെ വേഗം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുക. ഏത് ഹോസ്പിറ്റലാണ് പറഞ്ഞിരിക്കുന്നത്? PVSC പോയി, പിന്നെ രാജഗിരി കാണിച്ചു. രാജഗിരി അപ്പം അത്ര മോശപ്പെട്ട ഹോസ്പിറ്റലൊന്നുമില്ല. രാജഗിരി നല്ല ഹോസ്പിറ്റലാണ്. ഹല്ലേലൂയ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഷോൾഡർ ഓപ്പറേഷൻ എന്നാണ്. അല്ലേ? മോൻ്റെ വീട് എവിടെയാ? കലയന്താനി, തൊടുപുഴ അടുത്താണ്. കലയന്താനാണ്. ഈ ഷോൾഡർ ശരിയാവുമോ? ഓപ്പറേഷൻ കൂടാതെ മോന് വിശ്വാസമുണ്ടോ? ഉറപ്പല്ലേ? ഈ ഷോൾഡർ ശരിയായി കഴിഞ്ഞിരിക്കുക. ഈ ഷോൾഡർ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. ഈ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഇനി ഊരിപ്പോവത്തില്ല. ഈ ഷോൾഡറിന് ഓപ്പറേഷൻ വേണ്ട. ഈ ഷോൾഡറെ കത്തിവെക്കത്തില്ല. കൈ പിടിച്ച മോനെ ധൈര്യമായിട്ട് ചെയ്തോ. വലിച്ചിടിച്ചേ, വട്ടം കറക്കിക്കേ, അങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചേ, വട്ടം കറക്കിക്കേ, തിരിച്ചു കറക്കിക്കോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഷോൾഡറിന് ഊരിപ്പോവത്തില്ല. ഇടിക്കേ, വലിച്ചിടിക്കും മോനെ. ഷോൾഡർ ഇളകട്ടെ, വലിച്ചിടിച്ചേ, കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി അടിക്കാമോ എല്ലാവരും ഒന്ന് ചേർന്ന്? ഈ ഷോൾഡർ ഇനി ഊരത്തില്ല. ഡോക്ടർ നോക്കിയാലും ഇനി ഈ ഷോൾഡർ ഊരത്തില്ല. ഡോക്ടർ ഊരാൻ നോക്കിയാലും ഇത് ഊരത്തില്ല. കാരണം ഇത് കർത്താവ് തൊട്ട ഷോൾഡറാ. ഇടിച്ചവനെ വലിച്ചിടിച്ചേ, ഇവരെ കാണിച്ചു കൊടുത്തേ. ഇങ്ങനെ ഇടിച്ചേ. ഇവിടെ ഇളകട്ടെ ഷോൾഡറാ. ആമേൻ. ഇടിച്ചേ. ഹല്ലേലൂയ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതാണ് വിശ്വാസം. ഊരത്തില്ല എന്ന് പറഞ്ഞാൽ ഊരത്തില്ല. കർത്താവ് തൊട്ട ഷോൾഡറാ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായ മോനെ. ആരാ ഈ സൗഖ്യം നൽകിയത്? ഈശോ ആണ് സൗഖ്യം നൽകിയത്. ഈശോയ്ക്ക് നൽകി. നന്ദി. എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയില്ല. ഞാനിങ്ങനെ തൊട്ടു, അത്രമാത്രം. ഈശോ തൊട്ടു. ഈശോ ഇവിടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈശോയാണ് തൊടുന്നത്. ഞാനൊരു പാപിയാണ്. എന്നെ ദൈവം ഇങ്ങനെ ഉപകരണമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ത് പറയുന്നു? സന്തോഷമുണ്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഈ അടുത്ത മാസം എൻ്റെ വൈഫ് എൻ്റെ ഡെലിവറി ഡേറ്റ് ആയിരുന്നു. അപ്പം ഈ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ ഓപ്പറേഷൻ ഡിലേ ആക്കി വെച്ചു. ഡോക്ടറും പറഞ്ഞു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കാം, കൊച്ചിനെയൊക്കെ എടുക്കണേലാണെങ്കിലും പ്രശ്നം വരുമല്ലോ. അതുകൊണ്ട് ഭയങ്കര വിഷമത്തിരിക്കുമായിരുന്നു. അന്നേരമാണ് എനിക്ക് ചാൻസും കിട്ടി ധ്യാനം കൂടാൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് ധ്യാനം വന്ന് കൂടുക. മോനിവിടെ ധ്യാനത്തിന് വരാൻ എന്താ കാരണം? ഇത് മെയിനായിട്ട് ഇതാണ്. പിന്നെ ഞാൻ ഇവിടെ എല്ലാ വർഷവും തന്നെ ധ്യാനം കൂടുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിൽ നിന്ന് അറിഞ്ഞത്. അവർ ധ്യാനം കൂടിയോ? ആൻറ്റി ധ്യാനം കൂടിയായിരുന്നു. കഴിഞ്ഞ ബ്രദർ അവിടെ അയർലൻഡിൽ നിന്ന് വന്ന സമയത്ത് ആ ധ്യാനം അവർ ആൻറ്റി കൂടിയായിരുന്നു. അപ്പം എൻ്റെ വൈഫ് വഴി അങ്ങനെ വൈഫ് വഴിയാണ് അവർ കുടുംബക്കാർ വഴിയാണ് അറിഞ്ഞത് അല്ലേ? ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ വന്നത്. സന്തോഷമായി. ഒത്തിരി സന്തോഷമായി. 15 വർഷമായതായിരുന്നു. 15 വർഷമായ ഊരിപ്പോന്ന ഷോൾഡറാ. ഹല്ലേലൂയ. ഒന്നുകൂടെ കറക്കി കാണിക്കാമോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദാ ഗോത്രത്തിന്റെ സിംഹം ദാവീദിന്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു. അവനെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റ ദൈവം കർത്താവായ ക്രിസ്തു അവന്റെ നാമത്തെ വിളിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിച്ചിരിക്കും, ഒരു സംശയമില്ല. ഹല്ലേലൂയ. ജിമ്മി ചേർത്തല കൺവെൻഷൻ കൂടി അന്ന് ആണ് ഈ ഇടത് ചെവിയുടെ ഡയഫ്രമെല്ലാം പോയി കേൾവിയിലായിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു? 37 വർഷമായിട്ട് ഈ ഇടത് ചെവിക്ക് കേൾവിയിലായിരുന്നു. അത്ഭുതമായിട്ട് അന്നത്തെ സൗഖ്യ പ്രാർത്ഥനയിൽ ഇടതു ചെവിക്ക് കർത്താവ് കേൾവി നൽകിയതാണ്. ഹല്ലേലൂയ. വലത്തെ ചെവി നടച്ചേ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന പോലെ യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഇപ്പം എത്ര വയസ്സുണ്ട്? 38. അപ്പം എത്ര വയസ്സ് കേൾവി പോയതാ? ജനിച്ച ഇപ്പം തന്നെ ചെവി പൊട്ടി ഒഴുകുക. അതായത് 38 വയസ്സുണ്ട്. 1 വയസ്സുള്ളപ്പോൾ ചെവി പൊട്ടി ഒഴുകി, അങ്ങനെ ഡയഫ്രം പോയി കേൾവി പോയതാണ്. 38 വയസ്സ് പ്രായമുണ്ട്. 37 വർഷമായിട്ട് കേൾവിയില്ലാത്ത ഈ കാതാണ് കർത്താവ് തുറന്നത്. ഈശോയെ കരമടിച്ചു നന്ദി പറഞ്ഞേ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും, ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു